ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുരഭീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് നമുക്കൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്, നിങ്ങൾ ഉണ്ടാക്കുന്നത് വേറെ തരാണെങ്കിൽ എനിക്കൊന്ന് കമൻസിലൂടെ അറിയിക്കണേ. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ആരൊക്കെ കളഞ്ഞിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടുന്നത് ചെറിയ ഉള്ളിയും സവാളയും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് അരിഞ്ഞ് വെച്ചുള്ളതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില നമ്മളിവിടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഉണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചി ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നല്ല ജീരകം പെരിഞ്ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പ് കത്തിച്ച് ഞാനൊരു മൺചട്ടിയാണ് വെച്ചത് കേട്ടോ. ആ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായി. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കില്ല കേട്ടോ. ഒരു എണ്ണ നന്നായി ചൂടായി. അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുകിട്ട് പൊട്ടിയാൽ നന്നായി പൊട്ടുണ്ട് കേട്ടോ. പൊട്ടി അപ്പോൾ അതിലേക്ക് 2 മണി ഉലുവ, കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ഈ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 ടീസ്പൂൺ ഉലുവയും ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് ഇറക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് സവാള ഇട്ടിട്ട് സവാള വഴങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. വേഗമാവണം, ഉച്ചയാവാറായിട്ടോ സമയം. എൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, കുറച്ച് വേറെയും പണികളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ നിൽക്കാൻ വൈകിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലൊന്ന് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഇവിടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വിധം വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നന്നായി മിക്സായി വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടി. അപ്പോൾ നമുക്കിതിലേക്ക് എന്ത് ചേർക്കണം? തക്കാളി ചേർക്കാം കേട്ടോ. തക്കാളി ചേർത്തൊന്ന് നന്നായി വഴണ്ടി വരട്ടെ കേട്ടോ. ഞാൻ പാചകത്തിൽ വലിയ മിടിക്കൊന്നുമല്ല കേട്ടോ, എങ്കിലും ഉള്ളത് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുക. കുറച്ച് ഉണ്ടാക്കുള്ളൂ, ഞങ്ങൾ 3 ആൾക്കെല്ലാം ഉണ്ടാക്കണ്ടോ. അത് നല്ല ടേസ്റ്റിലുണ്ടാക്കുള്ളൂ, കുറച്ച് മതി. ഒരുപാട് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഉള്ളത് നല്ല ടേസ്റ്റാന്ന് പറയും. അപ്പം അങ്ങനെ അറിയുള്ളൂ. ഇത് ഒരുപാട് പേർക്കൊന്നും ഉണ്ടാക്കിയിട്ട് ശീലമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ വിചാരിച്ച് ഞാൻ വലിയ ഇതിലൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. അങ്ങനെയൊന്നുമില്ല, ഉള്ളത് നല്ല രസത്തിലുണ്ടാക്കും. കുറച്ചായാലും അതിൻ്റെ വീട്ടുകാർക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്കും ഇതൊക്കെ അറിയാം. പാചകത്തിൽ അത്ര വലിയ ആളൊന്നുമല്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ ഭയങ്കര ടേസ്റ്റിലുണ്ടാക്കുക എന്ന് മാത്രം. അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇത് മൂടി തുറന്ന് നോക്കിയപ്പോൾ ഇതേമാതിരിയായിട്ട് തക്കാളിയൊക്കെ നന്നായി ചേർന്ന് വെന്ത് തുടങ്ങിയത് കേട്ടോ. ഇത് നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അവയാ നല്ല മണം, നല്ല ഒരു മണം കേട്ടോ. ഈ കാശ്മീരി മുളകാണ് ഇട്ടുള്ളത്, മുളക് പൊടി ഇട്ടുള്ളത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മറന്നു വരൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ മസാലയ്ക്ക് ഞാനൊരു ഭാഗത്തേക്ക് നീക്കി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പ്രോൺസ് ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ചെമ്മീൻ നന്നാക്കി വെച്ചിട്ടില്ല, ചെമ്മീൻ നന്നാക്കി വെച്ചിട്ടില്ല. ഇതൊന്ന് ഇതിൽ കിടന്നൊന്ന് കളറൊക്കെ മാറി, അതിൻ്റെ വൈറ്റ് കളറൊക്കെ മാറി ഒരു റോസ് കളർ വരില്ലേ, അന്നേരം നമുക്ക് ഇതിൽ മിക്സ് ആക്കിയാൽ മതി. അതുവരെ അപ്പുറത്ത് കിടന്നിട്ട് മുളകും വേവും, ഇപ്പുറത്ത് ചെമ്മീനും വേവും. അപ്പോൾ ഈ ഭാഗത്ത് കിടന്നിട്ട് ഈ മസാല വേവും, ഈ ഭാഗത്ത് കിടന്നിട്ട് ഈ ചെമ്മീനൊന്ന് കളർ മാറട്ടെ. അപ്പോൾ രണ്ടും കൂടി നല്ല ടേസ്റ്റിലാണ് നമ്മളിതൊന്ന് വെക്കണത്. ഞാൻ 2 പേര് പാട്ട് പാടാവേ. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ. എങ്ങനെയുണ്ട്? ഇപ്പോൾ ഇതിൻ്റെ ജ്യൂസൊക്കെ ഇങ്ങനെ ഇറങ്ങി, വെള്ളമൊക്കെ ഇറങ്ങി, അതൊന്നും ഇതിൽ വറ്റി പിടിക്കട്ടെ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാവും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാണാനഴകുള്ള മാണിക്യക്കുയിലേ, കാടാറു മാസം കഴിഞ്ഞില്ലേ, അങ്കണത്തൈ മണിമാവിൻ്റെ കൊമ്പിലേ, പെൺകുയിലാളൊത്തു വന്നാട്ടെ, എൻ്റെ പെൺകുയിലാളൊത്തു വന്നാട്ടെ, വന്നാട്ടെ 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 വന്നാട്ടെ.
അപ്പോൾ നമുക്കിത് എല്ലാം കൂടി ഇനി മിക്സ് ആക്കാം കേട്ടോ. ഇതാ ഇങ്ങനെയായിട്ട് നല്ല ടേസ്റ്റ് വെച്ചാൽ എന്താ പറയുക, ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയാൽ പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി മോനെ എനിക്ക് കുറച്ച് ഗ്രേവി വേണം. മോന് ഗ്രേവി ഇല്ലെങ്കിൽ ഇഷ്ടമാവില്ല, കുറച്ച് ഗ്രേവിയാണ്, അങ്ങനെ ഡ്രൈ ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ, ചൂടാക്കിയ വെള്ളം, തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി. അപ്പോൾ ഞാൻ ഒരുപാട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, കാരണം കറിവേപ്പില എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. കാരണം നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടപ്രകാരം പൊട്ടിച്ച് കൊണ്ടുവരാം. ഞങ്ങളുടെ ഫ്ലാറ്റാണ് കേട്ടോ, എന്നാലും ഞാൻ കറിവേപ്പിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് എനിക്ക് നിങ്ങൾ വേറെ രീതിയിലോ വ്യത്യസ്ത രീതിയിലോ വെക്കണം വെച്ചാൽ എനിക്ക് കമൻസ് ഇട്ട് തരണേ. പിന്നെ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോന് ഇത്തിരി ഗ്രേവി വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തിരി ഒരു റോസ്റ്റിൽ ഇത്തിരി ഗ്രേവി ആക്കി എടുത്തുള്ളത് കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. എല്ലാവരും കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യട്ടോ, ഒത്തിരി പേര് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എനിക്ക് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നാൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. ഓക്കേ.